61ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കോഴിക്കോട് തിരിതെളിയുകയാണ്. ഇന്ന് മത്സരങ്ങൾ 11:30 ആരംഭിക്കും. 10 മണിക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നുണ്ട്. കോഴിക്കോട്ട് ഇനി കലയുടെ ദിനരാത്രങ്ങളാണ്. CV അനുമോദ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അനുമോദ്, ഏതായാലും കോഴിക്കോട്ട് കലയുടെ മാമാങ്കത്തിന് തിരിതെളിയാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ്, മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്ന് ഏതൊക്കെ മത്സരങ്ങൾ പ്രധാനമായുണ്ട്? മറ്റൊരുക്കങ്ങൾ ഏത് ഘട്ടത്തിലാണ്? 61ാം കലോത്സവത്തിന് തിരശ്ശീല ഉയരാൻ ഇനി അല്പസമയം മാത്രമാണുള്ളത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നമ്മോടൊപ്പം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചേരുന്നു. അദ്ദേഹത്തോടൊപ്പം മന്ത്രി റിയാസും കൂടെയുണ്ട്. അഭിമാനകരമായൊരു മത്സരമാണ്. കാരണം 2 വർഷത്തെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് കലോത്സവം അരങ്ങിലെത്തുന്നത്. എന്തൊക്കെ ഒരുക്കങ്ങളാണ് അവസാന വട്ടത്തിൽ? അവസാന നിമിഷത്തെ പരിശോധിക്കുമ്പോൾ ഇനി കൃത്യം 9:45 മുഖ്യമന്ത്രി എത്തിച്ചേരും. അദ്ദേഹം ഒരു 12 മിനിറ്റ് സ്വാഗതഗാനം കേൾക്കും. അതിനുശേഷം കൃത്യം 10 മണിക്ക് ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും. 11:30 മണിയോടുകൂടി ഉദ്ഘാടന സമ്മേളനം അവസാനിക്കും. 11:30 എല്ലാ വേദികളിലും മത്സരം ആരംഭിക്കും. ഏതാണ്ട് 14,000 താഴെയുള്ള വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഭക്ഷണപ്പുര തയ്യാറായിട്ടുണ്ട്. ഒരു സമയം 2,000-ഓളം വരെ കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള. അതുപോലെ 20 സ്കൂളുകൾ കുട്ടികൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. 24 വേദികളും റെഡിയാണ്. മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിനപ്പുറം ഞങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റില്ല. തീർച്ചയായും മന്ത്രി റിയാസ്, അദ്ദേഹം ആതിഥേയം കൂടിയാണ്. വലിയ ഒരു കലാമേളയാണ്. ഏഷ്യയിലത്തിന് ഏറ്റവും വലിയ കലോത്സവമാണ്. എങ്ങനെയാണ് ആതിഥേയൻ എന്ന നിലയിൽ? ജനകീയമായി കലോത്സവത്തെ ഏറ്റെടുത്തിരിക്കുകയാണ്. സംഘാടനം ജനകീയമാണ്. എല്ലാവരും, എല്ലാ ജനപ്രതിനിധികളും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അധ്യാപക, വിദ്യാർത്ഥി, യുവജന സംഘടനകളെല്ലാവരും ഒരു ടീമായി നിന്നുകൊണ്ടാണ് ഇതിന്റെ സംഘാടനം. ഒരു റിവഞ്ച് സ്റ്റേറ്റ് സ്കൂൾ കലോത്സവമാണ്. അതായത് ഇടക്കാലത്ത് കലോത്സവം നടന്നില്ല. കോവിഡായിരുന്നു ഇതിന്റെ വില്ലൻ. അത് നഷ്ടബോധത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന ഒരു പ്രതികാര മനോഭാവം അത് ഈ കലോത്സവത്തിൽ കാണാനാകും. പോസ്റ്റ് കോവിഡ് ഉത്സവങ്ങളിലെല്ലാം അത് കാണുന്നത് പോലെ ഈ കലോത്സവത്തിൽ കാണാം. പേഴ്സണലി എങ്ങനെയാണ് കാണുന്നത്? 2015 ഇവിടെ വരുമ്പോ നമ്മൾ പണ്ടും കലോത്സവങ്ങൾ കാണിയായിട്ട് കാണാറുണ്ട്, സംഘാടനം ഉണ്ടാകാറുണ്ട്. കോളേജ് കലോത്സവങ്ങളിൽ യൂണിയൻ ഭാരവാഹിയായും മറ്റും അല്ലാതെയും ഒക്കെ തന്നെ അതിന്റെ സംഘടനാ പ്രവർത്തനത്തിന് നിന്നിട്ടുണ്ട്. ആ ഒരു അനുഭവങ്ങളുണ്ട്. അപ്പോൾ കലോത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ആ നിലയിലാണ്. ഇവിടെ ഇതിന്റെ 21 സബ് കമ്മിറ്റിയും എണ്ണയിട്ട യന്ത്രം പോലെ ചലിക്കുന്നു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഞങ്ങൾക്കൊപ്പം സബ് കമ്മിറ്റി മീറ്റ് ചെയ്യാൻ വന്നിരുന്നു. പൊതുവെ ഒരു മന്ത്രിമാർ തന്നെ ക്യാമ്പ് ചെയ്ത് കലോത്സവം സംഘടിപ്പിച്ചു. അതൊരു ജനകീയതായിരുന്നു. ഇവിടെ നമുക്ക് കാണാം, സംസ്ഥാനത്തിന്റെ മുന്നോടിയായിട്ടുള്ള ആവേശം പല തലങ്ങളിൽ വിലയടിക്കുകയാണ്. ഏതാനും നിമിഷങ്ങളിൽ തന്നെ മുഖ്യമന്ത്രി ഇവിടേക്ക് അല്പസമയത്തിനകം തന്നെ പ്രധാന വേദിയിൽ നടക്കും.